ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് എനിക്ക് വട്ടാണോന്ന് ആരും ചോദിക്കണ്ട കേട്ടോ, തന്നെത്താൻ നിന്നിച്ചിരിക്കുന്നതിന്. ഇപ്പോൾ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ചിന്നപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് കണ്ടത്. എന്താ കാര്യം, അവൻ്റെ ഫേവററ്റ് കാർട്ടൂണായ കറുമ്പൻ സീരീസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചിന്നപ്പൻ രാവിലെ മുട്ട വെച്ചിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ അവന് അതിൻ്റെ പുറകിൽ ഒരു മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അവന് ഇഷ്ടപ്പെട്ട മരുന്നായതുകൊണ്ട് വലിയ വഴക്കമൊന്നുമില്ല, തന്നെത്താൻ അങ്ങ് കുടിച്ചോളും. അന്നേരം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇൻസുലിൻ എടുത്ത് കൊടുക്കാൻ. അപ്പോൾ ഇൻസുലിൻ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചിന്നപ്പിന് കഴിക്കാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഡലി എടുത്തിട്ടുണ്ട്. കഴിക്കുമോ എന്തോന്ന് അറിയത്തില്ല. കുറച്ച് പഞ്ചസാര ഇട്ട്, കറിയൊന്നും കഴിക്കാത്തതുകൊണ്ട് പഞ്ചസാര ഇട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ കരിഞ്ചീരകം ഇട്ടുള്ള വെള്ളമാണ് തിളപ്പിക്കുന്നത്. അപ്പം 3 കൂടെ എടുത്തിട്ടുണ്ട്, കൊടുക്കാം. ഈ കൊടുക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഭയങ്കര താമസം കഴിക്കാനായിട്ട്. വാതുറക്കും മോനെ എന്ന് പറഞ്ഞ് മടുത്ത് ഞാനങ്ങ്. അവനെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ എടുത്തത് കേട്ടോ. വിശന്ന് പണ്ടാരം തുടങ്ങി നിൽക്കുക. ഒരു 3 ഇഡലിയും കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ട് കഴിക്കാൻ. വിശന്ന് വയറിൽ കഴിക്കുന്നതുകൊണ്ട് അതൊന്നും ഒട്ടും ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എങ്ങനെയും വരുത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക കേട്ടോ. അതിൻ്റെ അകത്തൊരു സവാളയും ഒരു പച്ചമുളകും ഇട്ട് മെഴുക്ക് വരട്ടാൻ വേണ്ടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. മെഴുക്ക് വരട്ടാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ചിന്നപ്പനെ നേരെ പോയി കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. ഉടുപ്പിടാനൊക്കെ ഭയങ്കര മടിയാണ്, എന്നാലും ഇട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മുടി ചീകാൻ അതിനെക്കാട്ടി മടിയാണ്. എന്നാലും മുടിയൊക്കെ ചീകി. അത് കഴിഞ്ഞ് അവനൊരു മരുന്ന് കൊടുക്കാറുണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക്. കയ്പാണെങ്കിലും പാവം കുഞ്ഞ് അത് വഴക്കില്ലാതെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്